ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടിട്ട് വേണം ഈ ബാക്കി ഭാഗം കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അത്യുഗ്രൻ സംഗമത്തിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി കിട്ടില്ലെന്ന് കരുതിയ ആനന്ദം അനുഭവിച്ച സരളയും ജീവിതത്തിൽ ഇന്നേ വരെയുള്ള ഏറ്റവും മികച്ച അനുഭവം കിട്ടിയ റാഷിയും പരസ്പരം കെട്ടിപ്പുണർന്നു കിടന്നു. ആലസ്യത്തിൽ മയങ്ങിക്കിടന്ന ഇരുവരും എഴുന്നേറ്റപ്പോഴേക്കും സമയം ഉച്ചയായി. രണ്ടാളും ബാത്റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ധരിച്ചു വന്നു. സരള പറഞ്ഞു, മണി 1 ആകാറായല്ലോ ഈശ്വര. ഉച്ചക്കത്തേക്കുള്ള ഇതൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഉച്ചയ്ക്കിനി എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ഇന്നൊന്നും ഉണ്ടാക്കണ്ടടി സരളെ, ഞാൻ ഓർഡർ ചെയ്തോളാം, എന്താ പോരെ എന്ന് അവളുടെ എല്ലാം കവർന്നെടുത്ത അധികാരത്തിൽ റാഷി പറഞ്ഞു. നീ എന്ത് ഓർഡർ ചെയ്താലും എനിക്ക് പരമസന്തോഷം. നീ എന്നെ ആകെ മെനക്കെടുത്തിയത് കൊണ്ടല്ലേ സമയം പോയത്. ഓ, ആ 2 മണിക്കൂർ എന്തൊക്കെയാടാ ചെക്ക നീ ചെയ്ത് കൂട്ടിയേ എന്ന് സരള. ഓഹോ, നീയും ഞാനും കൂടിയെന്ന് പറയേ. നല്ല ഒന്നാന്തരം ഗുസ്തി പ്രകടനമായിരുന്നില്ലേ നടന്നത് സരളാമ്മേ മോളെ. ഉഫ്, നിന്റെ കഴിവറിഞ്ഞ പെണ്ണുങ്ങൾക്കല്ലേ അറിയൂ അതിൻ്റെ വീര്യം. ആരും അറിയണ്ട ഇതൊന്നും. എന്തൊരു പുലിയാണടാ ചെക്ക. ഇക്കാര്യത്തിൽ നീ ഇത്രയ്ക്ക് വിദഗ്ധനായിരുന്നല്ലേ. ഓ, നന്ദി സരളമ്മ മോളെ, എൻ്റെ കഴിവിനെ അംഗീകരിച്ചതിൽ. ഇനി എൻ്റെ എത്ര മിടുക്ക് കാണാൻ കിടക്കുന്നു നീ എന്ന് റാഷിയും. ആഹാ, അമ്മ റാഷിക്കയും നേരത്തെ എഴുന്നേറ്റോ? എന്തോ ഒരു പൊട്ട സ്വപ്നം കണ്ട് പെട്ടെന്നങ്ങ് ഉറക്കം പോയി. സരളയും റാഷിയും സംസാരിച്ചു കൊണ്ടിരിക്കെ മൃദുല അങ്ങോട്ട് വന്ന് പറഞ്ഞു. റാഷി ചോദിച്ചു, എന്ത് സ്വപ്നമാ കണ്ടേ? വല്ലവരും നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ? മൃദുല, അത് പിന്നെ ഇവിടിപ്പോൾ ഞങ്ങളെ നല്ലോണം അറിയുന്ന റാഷിക്കയല്ലേ ഉള്ളത്, മറ്റാരും അല്ലല്ലോ. അതുകൊണ്ട് പറയാം. റാഷിക്ക അമ്മയെ കല്യാണം കഴിക്കുന്നതോ പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കണ്ടപ്പോഴേക്കും ഞാൻ ഞെട്ടി ഉണർന്നു. റാഷി മനസ്സിൽ പറഞ്ഞു, നിന്റെ അമ്മയും കൂട്ടി ഞാനിന്ന് ആദ്യ രാത്രിയല്ല, ആദ്യ പകൽ നല്ലോണം അങ്ങ് ആസ്വദിച്ചടി മോളെ. ഒന്ന് പോവെണ്ണേ അവിടുന്ന്. ഇതാണല്ലോ ഇപ്പോൾ അവളുടെ ഒരു സ്വപ്നം. മൃദുല പറഞ്ഞപ്പോൾ ഉണ്ടായ ഞെട്ടൽ മറച്ചുകൊണ്ട് സരള പറഞ്ഞു. ആഹാ, കൊള്ളാലോ, നല്ല സ്വപ്നം തന്നെ മൃദുലേ. അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ എന്ന് റാഷി. അതെ അതെ, ഉച്ചയ്ക്കുള്ള സ്വപ്നം ഫലിക്കുമോ റാഷിക്ക? എന്നാൽ പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. കണ്ടോ കണ്ടോ, ഇത്രയും പറഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖം നാണം കൊണ്ട് ചുവന്നല്ലോ. അതും പറഞ്ഞ് സരളയെ കളിയാക്കി ചിരിച്ചു മൃദുല. സരള മനസ്സിൽ, എൻ്റെ മുഖം ചുവന്നതിൻ്റെ കാരണവും ഇവനാ. മൃദുല, ഉച്ചയ്ക്കത്തേക്ക് ഊണിന് എന്താ ഉണ്ടാക്കിയ അമ്മേ? റാഷിക്ക കൂടി ഉള്ളതല്ലേ. സരള, അതിന് ഊണുണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. റാഷി പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ നേറ്റിരിക്കുക. ഇന്ന് ഫുൾ എൻ്റെ ചിലവ്. നമുക്ക് നല്ല ചിക്കൻ മന്തിയും ബീഫ് ചില്ലിയും ഒക്കെ ആയി അങ്ങ് ആഘോഷിക്കാം. എന്താ മൃദുലേ എന്ന് റാഷി. ആഹാ, എങ്കിൽ അടിപൊളി, ഞാൻ റെഡി മൃദുല പറഞ്ഞു. എന്താ ഇവിടെ എല്ലാവരും കൂടിയിരുന്ന് കത്തിവെക്കുന്നേ? ആരും ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിച്ച് രേഷ്മ കൂടി അങ്ങോട്ടെത്തി. മൃദുല, ഞാൻ കുറച്ചൊന്നുറങ്ങി, പിന്നെ ഉറക്കം പോയി. ഞാനും അമ്മയും കിടന്നു, ഒപ്പം ഒന്ന് മയങ്ങിയെന്നല്ലാതെ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞ് വെടിവട്ടവും മറ്റുമായങ്ങ് കൂടി എന്ന് റാഷി. രേഷ്മ, അതേതായാലും നന്നായി. അത് അമ്മയ്ക്ക് നല്ലോണം വെട്ടിയിട്ടുണ്ട്. റാഷിക്കാട് വെടിയും കത്തിയും ഉറങ്ങിക്കിടക്കുന്നവരെ പോലും ഉണർത്തിക്കളയുന്നേ അരുണേട്ടൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈശ്വര, എന്തൊക്കെയാ കേൾക്കേണ്ടത് ഈ കള്ളച്ചെക്കൻ കാരണം. മൃദുലയ്ക്കും രേഷ്മയ്ക്കും വല്ല സംശയവും ഉണ്ടോ? അവരുടെ ഓരോ വാക്കുകൾ കേട്ട് സരള മനസ്സിൽ ചിന്തിച്ചു.
രാശി പറഞ്ഞു, കേട്ടോ രേഷ്മേ, നമ്മുടെ മൃദുല എന്നെ അമ്മയും കൂടി ചേർത്ത് ഒരു സ്വപ്നം കണ്ടെന്ന്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആകുന്നതും ആദ്യ രാത്രി നല്ലോണം ആഘോഷിക്കുന്നതും ഒക്കെ അതാണ് ഇവളുടെ ഉറക്കം കെടുത്തിയതെന്ന്. ആഹാ, കൊള്ളാം, നല്ല സൂപ്പർ ഡ്രീം തന്നെ മൃദുലേ നീ കണ്ടത്. പിന്നെ അമ്മയെ കണ്ടാൽ ഈ പ്രായത്തിലും എന്താ ഭംഗി, ആർക്കും കെട്ടാൻ തോന്നും എന്ന് രേഷ്മ. അതെ അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേഷ്മേ, സരളയെ നോക്കി കള്ളച്ചിരിയോടെ രാശി പറഞ്ഞു. അവൻ്റെ ഒരു കള്ളച്ചിരിയും നോട്ടവും. പോടാ കൊതിയൻ ചെക്ക, സരള രാശിയെ നോക്കി മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡ് എത്തി. അവർ 4 പേരും അത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാല്ലേ? പിന്നെ എന്തൊക്കെയായാലും സരള, ഈ രുചിയുണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. ആ ഫുഡ് അതൊരു ഒന്നൊന്നര ടേസ്റ്റാണേ. സരളയെ വാക്കുകൊണ്ട് കുത്തിക്കൊണ്ട് രാശി പറഞ്ഞു. അത് രാശിക്ക, നമ്മുടെ അമ്മ നല്ല അടിപൊളിയല്ലേ, കൈപുണ്യം കൊണ്ടും എല്ലാം കൊണ്ടും. പിന്നെ രാശിക്ക ഓർഡർ ചെയ്ത ഫുഡും നല്ല രുചിയാ എന്ന് മൃദുല. എനിക്കും ഇന്നത്തെ ഫുഡ് നല്ല ഇഷ്ടമായി, നല്ല രുചിയുണ്ട് എന്ന് രേഷ്മയും പറഞ്ഞു. രാശി, അതെ അതെ, നല്ല കൈപുണ്യം മാത്രമല്ല, എല്ലാത്തിലും പുണ്യവതിയല്ലേ ഈ ഇരിക്കുന്ന സരളമ്മ. പിന്നെ നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മ മനസ്സിലാക്കിയിട്ടുമുണ്ട്. മൃദുല, അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ടേ ആൺകുട്ടികളോട് വലിയ ഇഷ്ടമാണ്, അരുണേട്ടൻ്റെ കൂട്ടുകാരോടൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയായ രാശിക്കാട് ഇഷ്ടങ്ങൾ അമ്മ നോക്കാതിരിക്കുമോ? അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ ഓരോരുത്തരും റൂമുകളിലേക്ക് പോയി. രാവിലത്തെ പരിപാടിയുടെ ഉന്മേഷത്തോടൊപ്പം ഉറക്കക്ഷീണം മൂലം കിടന്ന ഉടനെ സരള ഉറങ്ങിപ്പോയി. അമ്മ തൽക്കാലം ഉറങ്ങട്ടെ, മകളുണ്ടല്ലോ. ഇളം റോസാ പുഷ്പമായ മൃദുലയുടെ പരിമളം തേടി അവളുടെ റൂമിൻ്റെ വാതിലിൽ മുട്ടി. മൊബൈലിൽ ഒരു ഹിന്ദി ഹോട്ട് വെബ് സീരീസ് ഓൺ ചെയ്ത് ഇയർഫോൺ ചെവിയിൽ തിരുകി ബെഡിലേക്ക് മലരാൻ തുടങ്ങുമ്പോഴാണ് റോഡിലെ മുട്ടൽ അവൾ കേൾക്കുന്നത്. വീട്ടിൽ അന്യരായ ആരുമില്ലെങ്കിൽ ധരിക്കുന്ന മുട്ടിന് കുറച്ച് മുകളിൽ വരെ ഇറക്കമുള്ള തുടയോടിറക്കിയ ടൈപ്പ് ഡെനിം ട്രൗസറും ടൈറ്റ് സ്ലീവ്ലെസ് ബനിയനുമാണ് അത്യാവശ്യം നല്ല ഹൈറ്റും അതിനോട് ചേരുന്ന വെയിറ്റുമുള്ള അവൾ ഇട്ടിരിക്കുന്നത്. തൻ്റെ മാത്രം സ്വകാര്യ ഇടമായ റൂമിൽ ഇന്നത്തെ കാലത്തെ ഏതൊരു സ്ത്രീയെയും പോലെ നിക്കറും ബനിയനുമാണ് അവൾ കൂടുതലും ധരിക്കാറുള്ളത്. ഇതാരിപ്പോ? രേഷ്മേച്ചി ആയിരിക്കും എന്ന മട്ടിൽ ഡോർ തുറന്നപ്പോൾ മുൻപിൽ രാശി. ആ, രാശിക്ക ആയിരുന്നോ? കിടക്കാൻ പോയിട്ടെന്തേ, ഉറങ്ങിയില്ലേ എന്നവൾ ചോദിച്ചു. ഡോറ് തുറന്ന് മുന്നിൽ നിൽക്കുന്ന മൃദുലയെ നോക്കി രാശി കുറച്ചു നേരം നിന്നുപോയി. ഇതുവരെ കണ്ട മൃദുലയല്ല മുൻപിൽ. നേരത്തെ ധരിച്ച ചുരിദാർ മാറ്റി മോഡേൺ ലുക്കിലാണ് അവളിപ്പോൾ. തൻ്റെ ഇതുവരെയുള്ള മനസ്സിലെ സ്കെച്ചിനും ചിന്തയ്ക്കും അപ്പുറം മുറ്റുചരക്കാണിവളെന്ന് അവൻ ആ കാഴ്ചയിൽ മനസ്സിലായി. ചുരിദാർ ധരിച്ചുള്ള നാടൻ പെൺകുടിയായി മാത്രമേ ഇതുവരെ ഇവളെ കണ്ടിട്ടുള്ളൂ. ഈ ടീഷർട്ടിലും ഷോർട്സിലും ഇവൾ എന്താ ലുക്ക്! രാശി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഏയ്, ഹലോ രാശിക്ക, ഇവിടെ ഒന്നും ഇല്ലേ? എന്തൊരു നോട്ടാണിത്? അവളുടെ ചോദ്യമാണ് അവനെ ആ നോട്ടത്തിൽ നിന്ന് ഉണർത്തിയത്. അത് പിന്നെ മൃദുലേ, കിടന്നിട്ട് ഉറക്കം മരുന്നില്ല, നിന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമെന്ന് കരുതി. അമ്പമ്പോ, ഇതെന്തൊരു വേഷമാണ്! ആരായാലും നോക്കി നിന്ന് പോകില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ ഈ ഡ്രസ്സിൽ കാണുന്നേ. സൂപ്പർ, നല്ല അടിപൊളി പെണ്ണായിട്ടുണ്ട്. ഓ, അത്രക്കൊന്നും പൊക്കല്ലേ രാശിക്ക. അമ്മയെ സോപ്പിട്ട് പതപ്പിച്ചത് എൻ്റെ അടുത്തും എടുക്കല്ലേ. ഹേയ്, പണ്ടേ നീ നല്ല ഒത്ത വണ്ണവും പൊക്കവും ഉള്ള പെണ്ണല്ലേ. കോളേജിൽ ബാസ്കറ്റ്ബോളിൻ്റെയും വോളിബോളിൻ്റെയും ക്യാപ്റ്റനും നീയാണെന്ന് ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞ് രാശി ബെഡിലേക്കിരുന്നു. അതെ, പൊക്കമുള്ളവർക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള കളികളാണ് ബാസ്കറ്റും വോളിയും രാശിക്ക. പിന്നെ ഇത് രണ്ടിലും എൻ്റെ കളിമികവ് കണ്ട് അവരെന്നെ പിടിച്ച് ക്യാപ്റ്റനാക്കി. അതോടെ ഉത്തരവാദിത്വം കൂടുകയും ചെയ്തു.
അതെ അതെ, ഒത്ത പൊക്കവും മണ്ണും ഉള്ളവർക്ക് പറ്റിയ കളികളാണ് ഇതൊക്കെ. ഇത് കൂടാതെ വേറെയുമുണ്ട്. അപ്പോഴാണ് ബെഡിൽ വീഡിയോ പ്ലേ ആയി കിടക്കുന്ന മൊബൈൽ റാഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവനതെടുത്ത് നോക്കി. ആഹാ, നല്ല അടിപൊളി ഹോട്ട് വെബ് സീരീസ് ആണല്ലോ നീ കാണുന്നത്. ഞാനിതും വേറെ ചില വീഡിയോസുമൊക്കെ സ്ഥിരം കാണുന്നതാ. മൃദുല എങ്ങനെ എന്ന് റാഷി ചോദിച്ചു. ഏയ്, ഞാൻ അങ്ങനൊന്നും കാണാറില്ല. FBയിലും മറ്റുമൊക്കെ ലിങ്കും ടീസറും ഒക്കെ കണ്ടാൽ കയറി നോക്കും, അത്രയേ ഉള്ളൂ. അവൻ എന്ത് തോന്നുമെന്ന് കരുതി അവൾ ഒരുവിധം ഒപ്പിച്ചു. റാഷി പറഞ്ഞു, വേണ്ട വേണ്ട, എന്നോട് നുണ ഒന്നും പറയണ്ട. ഇത്ര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന നീ പഠിച്ച കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ റൂമിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ, മൃദുല പറഞ്ഞൊപ്പിച്ചു. ഇതിൽ ആക്ട് ചെയ്യുന്ന സരികയും ഷൈനയും ഒക്കെ എന്ത് ചരക്കുകളാണല്ലേ. നല്ല പ്രകടനം കൂടെ കാഴ്ചവെച്ചില്ലേ ഈ മേഖലയിൽ അധികം നാൾ പിടിച്ചു നിൽക്കാനാകില്ല ആർക്കും എന്നുകൂടി റാഷി പറഞ്ഞു. ആഹാ, അപ്പോൾ റാഷിക്കാക്ക് ഇതിനെക്കുറിച്ചുള്ള മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. നല്ല സുന്ദരിയായൊരുത്ത. കൂട്ടിനുണ്ടായിട്ടും വായ്നോട്ടവും കോഴി സ്വഭാവവും മാറിയിട്ടില്ലല്ലേ എന്ന് മൃദുല ചോദിച്ചു. ആരാടി മോളെ ഇക്കാലത്ത് ഇതൊന്നും ചെയ്യാത്തത്? ഇന്നിപ്പോൾ ഞങ്ങൾ ആണുങ്ങളെക്കാൾ കൂടുതൽ നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളാ ഇതൊക്കെ കൂടുതൽ കാണുന്നതും അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നതും. പിന്നെ ഞാൻ വെറും കോഴിയല്ല മൃദുലേ, നല്ല കോക്കുള്ള പൂവൻകോഴി തന്നെയാ. അയ്യേ, ഹേയ്, എന്തൊക്കെയാ റാഷിക്ക ഒരു നാണവും ഇല്ലാതെ പറയണേ? എന്തിനാണ് മൃദുലയെ നാണിക്കണേ? ഇതൊന്നും ആരും പറയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ റാഷി മൃദുലയുടെ തോളിൽ കൈവച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. ഹേ റാഷിക്ക, എന്താ ഈ കാട്ടണേ? അമ്മയെങ്ങാനും ഇങ്ങനെ കണ്ട? ആഹാ, കൊള്ളാം. നിന്റെ അമ്മ സരളയോ? അവൾ കണ്ടാൽ തന്നെ ഒരു കുഴപ്പവും ഇല്ല. ഇതുകൂടി കണ്ട് അവൾ ഒന്നുകൂടി സന്തോഷിക്കും ചിലപ്പോൾ, അത്ര തന്നെ, റാഷി പറഞ്ഞു. ഛേ, സ്വന്തം മോനെ പോലെ ഇക്കയെ കാണുന്ന അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്ന് മൃദുല. ആ കൊള്ളാം, നീ ഞെട്ടിയാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. നീ ഇന്ന് എന്നെയും നിൻ്റെ അമ്മയെയും കുറിച്ച് കണ്ട സ്വപ്നമില്ലേ? ഞാനും സരളയും തമ്മിൽ കെട്ടുന്നതും ആദ്യ രാത്രി ആഘോഷിക്കുന്നതുമായ സ്വപ്നം, അത് ശരിക്കും ഇന്ന് പകൽ നടന്ന കാര്യമാണടി മോളെ. ഏറെ നാളായി സർവീസ് നടക്കാത്ത ഒരു പഴയ വണ്ടിയായിരുന്നു അത്. വേണ്ട സർവീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മോ, എന്താ റാഷിക്കായി പറയണേ? അപ്പോൾ നിങ്ങൾ ശരിക്കും ആഘോഷിച്ചോ? മൃദുല വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. ഏതെങ്കിലും ഒരുത്തം വന്നൊന്ന് തൊട്ടെങ്കിൽ എന്ന പരുവത്തിലായിരുന്നു നിന്റെ തള്ള. അത്രയ്ക്ക് ആഗ്രഹങ്ങൾ ഉറഞ്ഞു കിടക്കായിരുന്നു അവളുടെ ഉള്ളിൽ. ഞാനതങ്ങ് ശരിക്കും അറിഞ്ഞു പ്രവർത്തിച്ചു. നിന്റെ അമ്മ അതൊക്കെ ശരിക്കും ആസ്വദിച്ചു മോളെ. എൻ്റെ അമ്മക്ക് അത്ര പ്രശ്നമായിരുന്നു റാഷിക്ക. അമ്മ എങ്ങനെ കുറേ കുറ്റം പറയാൻ പറ്റും? ഒരു പെണ്ണിന് കിട്ടേണ്ടതെല്ലാം അമ്മയ്ക്കും വേണ്ടേ? പിന്നെ ഇതുപോലുള്ള പൂവൻകോഴികൾ വന്ന് കൊത്തിയ ഏത് പെണ്ണാ വീഴാതിരിക്കുക? മൃദുല അവന് ഇടം കണ്ടിട്ട് ഒരു കള്ളച്ചിരി ചിരിച്ചു. ഇപ്പോൾ നീ വീണ പോലെ തന്നെ. അമ്മയാണോ മോളാണോ കൂടുതൽ കേമി എന്നെനിക്കറിയണം. റാഷി അവളെ ചുവരിനോട് ചേർത്ത് നിർത്തി കണ്ണിലോട്ട് ഇമ വെട്ടാതെ നോക്കി. എന്താ കാട്ടണേ? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കൊതിയൻ കള്ളക്കാക്കേ, മൃദുല കൊഞ്ചിക്കൊണ്ട് കുറുക്കി. മൃദുലയുടെ മുഖം ചുവന്നു തുടുക്കുന്നത് അവൻ അറിഞ്ഞു. അവളും എന്തിനോ ഒക്കെ വേണ്ടി കൊതിക്കുന്നുണ്ട് എന്ന് അവൻ മനസ്സിലാക്കി. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതും കയറി കേൾക്കുക. പിന്നെ സ്റ്റോറീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വിത്ത് ലവ്, അലീന.